പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 4ാം സെമസ്റ്ററിലെ ദളിത് സാഹിത്യത്തിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അരപ്പുറത്തിൽ ഉത്തരമെഴുതേണ്ട ചോദ്യങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. ആദ്യ ചോദ്യം: കണ്ണപ്പന് പ്രത്യേക ഇരിപ്പിടം കിട്ടാൻ സഹായമായത് എന്ത്? TKC വഴുതലയുടെ ചങ്ങലകൾ നുറുങ്ങുന്നു എന്ന നോവലിലേതാണ് ചോദ്യഭാഗം. സ്വാതന്ത്ര്യസമര കാലത്താണ് ചങ്ങലകൾ നുറുങ്ങുന്നു എന്ന നോവലിൻ്റെ കഥ നടക്കുന്നത്. അക്കാലത്തെ കേരളീയ സമൂഹത്തിൻ്റെ സ്വഭാവം വിചിത്രമായിരുന്നു. ഒരു ഭാഗത്ത് ദേശാഭിമാനികളായ ജനങ്ങൾ പതാകയുമേന്തി ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ നാടെങ്ങും എത്തിക്കുന്നവരായിരുന്നു. മറുഭാഗത്ത് കേരള മണ്ണിൽ ജാതിയുടെയും മതത്തിൻ്റെയും അനാചാരങ്ങളുടെയും പേരിൽ മനുഷ്യർ തമ്മിലടിച്ചിരുന്നു. ഒരു ഭാഗത്ത് ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവർ, മറുഭാഗത്താകട്ടെ കേരള മണ്ണിൽ ജാതിയുടെയും മതത്തിൻ്റെയും അനാചാരങ്ങളുടെയും പേരിൽ തമ്മിലടിക്കുന്നവരും. മേലാളനും കീഴാളനും തമ്മിൽ, മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ശത്രുത നിലനിന്നിരുന്നു. എവിടെയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ഇടയിലേക്കാണ് ക്രിസ്ത്യാനികളായ ഒരു കൂട്ടം ആളുകൾ കടന്നു വരുന്നത്. അവർ തമ്പുരാക്കന്മാരുടെ നിലങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്നു. അവിടുത്തെ പണിക്കാരോട് ക്രൂരമായ പെരുമാറ്റ രീതിയാണ് ക്രിസ്ത്യൻ മുതലാളിമാർ പുലർത്തിയിരുന്നത്. മൃഗങ്ങൾക്ക് നൽകുന്ന ഒരു പരിഗണന പോലും അവർക്ക് നൽകിയിരുന്നില്ല. പള്ളിവാതുക്കൽ വറുതച്ചൻ്റെ 100 പറ കണ്ടം നോക്കി നടത്തുന്ന പുലയ മൂപ്പനായിരുന്നു കണ്ടാരി. പുലയ മൂപ്പന് സ്വന്തം കൂലിക്ക് പുറമെ വരുന്നെല്ല് കൂടി അധികമായി കിട്ടും. അതുകൊണ്ട് പുലയ മൂപ്പൻ മുതലാളിമാരോട് കൂറുള്ളവൻ ആയിരുന്നു. എന്നാൽ കണ്ടാരി ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. അയാൾക്ക് നല്ല വിവേചന ശക്തി ഉണ്ടായിരുന്നു. തൻ്റെ മകനായ കണ്ണപ്പനെ നല്ലൊരു നിലയിൽ എത്തിക്കണമെന്ന് കണ്ടാരി ആഗ്രഹിച്ചിരുന്നു. കണ്ടാരി മകനെ കൃഷ്ണൻ മാഷിൻ്റെ സ്കൂളിൽ പഠിക്കാൻ ചേർക്കുന്നു. കണ്ടാരിയുടെ മകനായിരുന്നു കണ്ണപ്പൻ. കണ്ണപ്പനെ കൃഷ്ണൻ സാറിൻ്റെ സ്കൂളിൽ പഠിക്കാനായിട്ട് ചേർക്കുന്നുണ്ട്. അവിടെ ആരെയും തൊട്ട് അശുദ്ധമാക്കരുതെന്നും കുട്ടികളുടെ പിന്നിൽ നിന്ന് പഠിച്ചാൽ മതിയെന്നുമായിരുന്നു ചട്ടം. അവിടെ സ്കൂളിൽ ചേർക്കുന്നു. അവിടെ ചെന്ന് ആരെയും തൊടാൻ പാടില്ല, തൊട്ടാൽ അശുദ്ധമാകുമല്ലോ, ആരെയും തൊടാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികളുടെ പിന്നിൽ നിന്ന് മാത്രമേ പഠിക്കാവൂ എന്ന് കൃഷ്ണൻ മാസ്റ്റർ അവനോട് ആജ്ഞാപിക്കുന്നുണ്ട്. മകൻ്റെ ദുഃഖം മനസ്സിലാക്കിയ കണ്ടാരി ഒരു ഗവൺമെൻറ് ഉത്തരവ് സംഘടിപ്പിക്കുന്നു. ഈ ഉത്തരവ് കണ്ണപ്പന് പ്രത്യേക ഇരിപ്പിടം കിട്ടാൻ സഹായിച്ചു. ആ ഗവൺമെൻറ് ഉത്തരവാണ് കണ്ണപ്പന് ഒരു പ്രത്യേക ഇരിപ്പിടം കിട്ടാൻ സഹായിച്ചത്. ഇത് കണ്ടാരിയുടെയും കണ്ണപ്പൻ്റെയും പുലയ സമൂഹത്തിൻ്റെയും വിജയമായിരുന്നു. ഇത് കണ്ടാരിയുടെയും കണ്ണപ്പൻ്റെയും പുലയ സമൂഹത്തിൻ്റെയും വിജയമായിരുന്നു. കണ്ണപ്പൻ എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ നോവലിസ്റ്റിൻ്റെ ആത്മകഥാപരമായ ചിത്രീകരണമാണ്. കണ്ണപ്പനെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നായിരുന്നു കണ്ടാരിയുടെ ആഗ്രഹം. ആരെയും തൊട്ട് അശുദ്ധമാക്കരുതെന്നും കുട്ടികളുടെ പിന്നിൽ പോയി നിന്ന് പഠിച്ചാൽ മതിയെന്നുമാണ് കൃഷ്ണൻ മാഷ് നിർദ്ദേശിക്കുന്നത്. ഇത് താങ്ങാനാവുന്ന ഒന്നായിരുന്നില്ല. കുടിവെള്ളം പോലും വീട്ടിൽ നിന്ന് കൊണ്ടുവരണമായിരുന്നു. കണ്ടാരി മകൻ്റെ ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ചേരാനല്ലൂരിൽ പോയി പ്രത്യേകം ഇരിപ്പിടത്തിനുള്ള ഉത്തരവുമായി വരുന്നത്. പിന്നീട് കണ്ണപ്പന് അധ്യാപകനായി ജോലി ലഭിക്കുന്നുണ്ട്. ജാതിയുടെ പേരിൽ തൻ്റെ പൂർവികർ അനുഭവിച്ച അപമാനങ്ങളുടെ കഥകൾ കണ്ണപ്പൻ കേൾക്കുകയും മറ്റ് സഹപ്രവർത്തകരുടെ കൈപ്പേറിയ അനുഭവങ്ങൾ അറിയിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ചോദ്യം: ബ്ലാക്ക് ലിറ്ററേച്ചർ രൂപം കൊള്ളാനിടയായ സാഹചര്യം എന്ത്? കറുത്ത വർഗക്കാരൻ്റെ സാഹിത്യം, ബ്ലാക്ക് ലിറ്ററേച്ചർ, നീഗ്രോ സാഹിത്യം എന്ന പേരിൽ അമേരിക്കയിലാണ് തുടക്കം കുറിച്ചത്. ബ്ലാക്ക് ലിറ്ററേച്ചർ, നീഗ്രോ സാഹിത്യം എന്ന പേരിലാണ് അമേരിക്കയിൽ തുടക്കം കുറിച്ചു. ബ്ലാക്ക് ലിറ്ററേച്ചർ ആൻഡ് ലിറ്റററി തിയറി എന്ന ഗ്രന്ഥത്തിൽ ഹെൻറി ലൂയിസ് ഗേറ്റ്സ് ജൂനിയർ എന്ന അമേരിക്കൻ ആഫ്രോ എഴുത്തുകാരൻ ഇക്കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. 1800കളിൽ അമേരിക്കയിലുണ്ടായ കറുത്ത വർഗക്കാരുടെ രചനകൾ കണ്ടെത്തുന്നതിനും പുനഃപ്രസിദ്ധീകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുണ്ടായി. 1800കളിൽ അമേരിക്കയിലുണ്ടായ കറുത്ത വർഗക്കാരുടെ രചനകൾ കണ്ടെത്തുന്നതിനും പുനഃപ്രസിദ്ധീകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുണ്ടായി. നീഗ്രോ വർഗക്കാരായ എഴുത്തുകാരുടെ രചനകളെയാണ് ആദ്യകാലത്ത് ബ്ലാക്ക് ലിറ്ററേച്ചർ എന്ന പേരിൽ വ്യവഹരിച്ചിരുന്നത്. നീഗ്രോ വർഗക്കാരായിട്ടുള്ള എഴുത്തുകാരുടെ രചനകളെയാണ് ആദ്യകാലത്ത് ബ്ലാക്ക് ലിറ്ററേച്ചർ എന്ന പേരിൽ വിളിച്ചിരുന്നത്. ഇത്തരം എഴുത്തുകൾ
അടിമത്തത്തിലും അവശതയിലുമായിരുന്ന കറുത്ത വർഗക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഈ എഴുത്തുകൾ അടിമത്തത്തിലും അവശതയിലുമായിരുന്ന കറുത്ത വർഗക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ചു. അവരിൽ സ്വത്വബോധവും സ്വാശ്രയത്വവും വളർത്തിയെടുക്കുന്നതിന് കൂടെ ഇത്തരം എഴുത്തുകൾ സഹായിച്ചു. ഫ്രാൻസിലുണ്ടായ മറ്റൊരു പ്രതിഷേധ സ്വഭാവമായിരുന്നു നെഗ്രിറ്റ്യൂഡ് എന്നത്. ഫ്രാൻസിലാണ് ഉണ്ടായത് നെഗ്രിറ്റ്യൂഡ്. 1930കളിൽ രൂപീകരിച്ച ഈ പ്രസ്ഥാനം ആഫ്രിക്കൻ കരീബിയൻ സാഹിത്യ കൂട്ടായ്മയായി മാറുകയുണ്ടായി. നെഗ്രിറ്റ്യൂഡ് 1930കളിലാണ് ആഫ്രിക്കൻ കരീബിയൻ സാഹിത്യ കൂട്ടായ്മയായിരുന്നു. ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് എയിം സിസയറാണ്. എയിം സിസയറാണ് ഈ നെഗ്രിറ്റ്യൂഡ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ദളിത് സാഹിത്യം ആരംഭിക്കുന്നത് മഹാരാഷ്ട്രയിലാണെന്ന് പറയാം. ദളിത് വിമോചന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്രയിൽ 20ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ആരംഭിച്ച രചനാ പദ്ധതിയാണ് ദളിത് സാഹിത്യം. 20ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ മഹാരാഷ്ട്രയിൽ ആരംഭിച്ച രചനാ പദ്ധതിയായിരുന്നു ദളിത് സാഹിത്യം എന്നത്. മൂന്നാമത്തെ ചോദ്യം, ദളിത് ഭാഷ ആരുടെ പുസ്തകമാണ്? അതിലെ പ്രതിപാദ്യം എന്ത്? കവിയൂർ മുരളിയുടെ രചനയാണ് ദളിത് ഭാഷ എന്നത്. കവിയൂർ മുരളിയാണ് ദളിത് ഭാഷ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ഭാഷ നഷ്ടപ്പെട്ട ദളിത് ജനവിഭാഗത്തിൻ്റെ ഭാഷാ ചരിത്രം അന്വേഷിക്കുന്ന രചനയാണിത്. ഭാഷ നഷ്ടപ്പെട്ട ദളിത് ജനവിഭാഗത്തിൻ്റെ ഭാഷാ ചരിത്രം അന്വേഷിക്കുകയാണ് ദളിത് ഭാഷ എന്ന കൃതിയിൽ. സാഹിത്യത്തിലും ഇതര സാംസ്കാരിക മേഖലകളിലും ദളിത് ഭാഷ തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ കൃതിയിൽ അദ്ദേഹം ഉന്നയിക്കുന്നത്. സാഹിത്യത്തിലും ഇതര സംസ്കാര മേഖലകളിലും ദളിത് ഭാഷ തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ കൃതിയിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഭാഷ നഷ്ടപ്പെട്ട ദളിത് ജനവിഭാഗത്തിൻ്റെ ഭാഷാ ചരിത്രം അന്വേഷിക്കുന്ന രചനയാണ് ദളിത് ഭാഷ. ഇത് കവിയൂർ മുരളിയാണ് ഇത് എഴുതിയത്. ദളിത് ഭാഷയ്ക്ക് പ്രത്യേകമായ ലിപിയില്ല. തമിഴിൻ്റെ ആദ്യ രൂപത്തോടാണ് ദളിത് ഭാഷയ്ക്ക് ബന്ധമുള്ളത്. അതിൻ്റെ ഉച്ചാരണ രീതിക്ക് തമിഴ് ഉച്ചാരണ രീതിയുമായി സാമ്യം കാണുന്നുണ്ട്. അധികര മൃദുഘോഷങ്ങൾ തമിഴിലും ദളിത് ഭാഷയിലും ഇല്ല. ദളിത് ഭാഷ ദ്രമിഡ സംഘാത പാഠത്തെയാണ് പിന്തുടരുന്നത്. ദളിത് ഭാഷ ദ്രമിഡ സംഘാത പാഠത്തെയാണ് പിന്തുടരുന്നത്. ദളിത് നേരിടുന്ന മാറ്റിനിർത്തൽ ദളിത് ഭാഷയും നേരിടുന്നുണ്ട്. ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഇളംകുളം കുഞ്ഞൻപിള്ള പരാമർശിക്കുന്ന കരിനാട്ട് തമിഴും ഗോദവർമ്മ സൂചിപ്പിക്കുന്ന പൂർവ്വദശയും AR കണ്ടെത്തുന്ന എളിയോരിയുടെ ഭാഷയും ദളിത് ഭാഷയാകാമെന്ന് കവിയൂർ മുരളി പറയുന്നു. ഒന്നുകൂടി പറയാം. ഇളംകുളം കുഞ്ഞൻപിള്ള പരാമർശിക്കുന്ന കരിനാട്ട് തമിഴ്, ഡോക്ടർ ഗോദവർമ്മ പറയുന്ന പൂർവ്വദശ, AR കണ്ടെത്തുന്ന എളിയോരിയുടെ ഭാഷയും ദളിത് ഭാഷയാകാനാണ് സാധ്യത. ലീലാതിലകകാരൻ ദേശി എന്ന് വിവക്ഷിക്കുന്നതും ദളിത് ഭാഷയാണ്. ലീലാതിലകകാരൻ ദേശി എന്ന് വിവക്ഷിക്കുന്നതും ദളിത് ഭാഷയാണ്. മലയാളത്തിലോ തമിഴിലോ സംസ്കൃതത്തിലോ ഉൾപ്പെടാത്ത അനേകം പദങ്ങളും പ്രയോഗങ്ങളും ദളിത് ഭാഷയിൽ ഉണ്ട്. മലയാളത്തിലോ തമിഴിലോ സംസ്കൃതത്തിലോ ഉൾപ്പെടാത്ത അനേകം പദങ്ങളും പ്രയോഗങ്ങളുമെല്ലാം പ്രാചീന കൃതികളിൽ നമ്മൾ കാണുന്നുണ്ട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ദളിത് സാഹിത്യ വിഭാഗങ്ങൾ ഏതെല്ലാം? കേരളത്തിലെ ദളിത് സാഹിത്യ വിഭാഗങ്ങളായിട്ട് ദളിത് കവിത, ദളിത് കഥയും നോവലും, ദളിത് നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ എന്നിങ്ങനെ ദളിത് നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, ദളിത് പഠനങ്ങളും വിമർശനങ്ങളും, ദളിത് പഠനങ്ങളും വിമർശനങ്ങളും, ദളിത് ആത്മകഥകളും ജീവിതമെഴുത്തുകളും, ദളിത് ആത്മകഥകളും അതുപോലെ ജീവിതമെഴുത്തുകളും എന്നിങ്ങനെയൊക്കെ തരംതിരിക്കാവുന്നതാണ്. ഒന്നുകൂടി പറയാം. ദളിത് കവിതകൾ, ദളിത് കഥയും നോവലുകളും, ദളിത് ആത്മകഥകളും ജീവിതമെഴുത്തുകളും, ദളിത് നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, ദളിത് പഠനങ്ങളും വിമർശനങ്ങളും. ഇങ്ങനെ 5 വിഭാഗത്തിലായിട്ട് നമുക്കവയെ തരംതിരിക്കാവുന്നതാണ്. 5ാമത്തെ ചോദ്യം നോക്കാം. പണിക്കരുടെ ഉള്ളിൽ ഐത്തത്തിൻ്റെ ഇരുട്ടുണ്ടെന്ന് എരി മനസ്സിലാക്കിയതെങ്ങനെ? ഡോക്ടർ പ്രദീപൻ പാമ്പരിക്കുന്നിൻ്റെ എരി എന്ന നോവലിലേതാണ് ചോദ്യഭാഗം. ഗവേഷകൻ്റെ അച്ഛനും
കണാരപ്പണിക്കരും എരിയുടെ വീട്ടിലെത്തുന്നു. കണാരപ്പണിക്കർ കൊണ്ടുവന്ന മദ്യം ചിരട്ടയിൽ പകർന്ന് എരി കുടിച്ചു. അതേ ചിരട്ടയിൽ തന്നെ അയാൾ കണാരപ്പണിക്കർക്ക് മദ്യം നൽകി. കണാരപ്പണിക്കർ അത് കുടിക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ ഗവേഷകൻ്റെ അച്ഛനും കണാരപ്പണിക്കരും കൂടി എരിയുടെ വീട്ടിലെത്തുന്നു. കണാരപ്പണിക്കർ മദ്യം കൊണ്ടുവന്നിരുന്നു. കൊണ്ടുവന്ന മദ്യം ചിരട്ടയിൽ പകർന്ന് എരി കുടിക്കുന്നുണ്ട്. ആ ചിരട്ടയിൽ തന്നെ പണിക്കർക്ക് മദ്യം എരി കൊടുക്കുന്നു. എന്നാൽ പണിക്കർ അത് കുടിക്കാൻ വിസമ്മതിക്കുന്നു. അയാളുടെ ഉള്ളിൽ ഐത്തത്തിൻ്റെ ഇരുട്ടുണ്ടെന്ന് എരി അതിലൂടെ മനസ്സിലാക്കി. പണിക്കരുടെ മനസ്സിൽ അജ്ഞാനത്തിൻ്റെ അന്ധകാരമാണെന്ന് സംസ്കൃത ശ്ലോകം ചൊല്ലി എരി വ്യക്തമാക്കുന്നുണ്ട്. അയാളുടെ ഉള്ളിൽ ഐത്തത്തിൻ്റെ ഇരുട്ടുണ്ട് എന്ന് എരി മനസ്സിലാക്കുക മാത്രമല്ല, ആ അജ്ഞാനത്തിൻ്റെ അന്ധകാരമാണ് എന്ന കാര്യം ഒരു സംസ്കൃത ശ്ലോകം ചൊല്ലി അത് വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. പറയർക്ക് കാവ് വേണമെന്ന ചിന്തയിലേക്ക് എരിയെ നയിച്ചതെന്ത്? പറയർക്ക് ഒരു ആരാധന കേന്ദ്രം വേണമെന്ന് എരി ചിന്തിക്കുന്നുണ്ട്. കുട്ടിച്ചാത്തൻ, പറമൂർത്തി, പറകാളി, ഭഗവതി, കാലൻ തുടങ്ങിയ അനേകം ദേവതകൾ പറയർക്കുണ്ട്. കുട്ടിച്ചാത്തൻ, പറമൂർത്തി, പറകാളി, ഭഗവതി, കാലൻ തുടങ്ങിയ അനേകം ദേവതകളാണ് പറയർക്കുള്ളത്. എന്നാൽ മേൽജാതിക്കാർക്ക് ആ ദേവതകളോട് അവഗണനയായിരുന്നു. മേൽജാതിക്കാരുടെ കാവുകളിൽ പറയരെ കയറ്റാറുമില്ല. ജനങ്ങളെ ഒന്നിപ്പിക്കാൻ പരദൈവത്തോടൊപ്പം വലിയ ശക്തി ഇല്ല എന്ന തിരിച്ചറിവാണ് പറയർക്ക് കാവ് വേണമെന്ന ചിന്തയിലേക്ക് എരിയെ നയിക്കുന്നത്. ജനങ്ങളെ ഒന്നിപ്പിക്കാൻ പരദൈവത്തോളം വലിയൊരു ശക്തിയില്ല എന്ന തിരിച്ചറിവാണ് പറയർക്ക് കാവ് വേണമെന്ന ചിന്തയിലേക്ക് എരിയെ നയിച്ചത്. ആലോചനകൾക്കൊടുവിൽ അജ്ഞാതമായ ഒരു പ്രേരണയാൽ അയാൾ മുന്നോട്ടോടി. ഇരുട്ടും മഴയും അയാൾ വകവെച്ചില്ല. പുഴ നീന്തിക്കയറി തീരത്തു നിന്നും ഒരു വൃക്ഷത്തെ പറിച്ച് കുന്നിൻ മുകളിൽ നട്ടു. അതിൻ്റെ മുന്നിൽ അയാൾ സാഷ്ടാംഗം വീണു. എരിയുടെ നിർദ്ദേശമനുസരിച്ച് പറയർ കൂട്ടമായി തുടികൊട്ടിപ്പാടി. അവർ കൂട്ടമായി മലയിറങ്ങുകയും ചെയ്തു. അവരുടെ സംഘം ചേരൽ നിയന്ത്രിക്കാൻ മേൽജാതിക്കാർക്ക് കഴിഞ്ഞില്ല. അടുത്ത ചോദ്യം. കോശി കുര്യൻ്റെ മാനസാന്തരത്തിന് കാരണമായ സംഭവം ഏത്? ഘാതകവധത്തിലെ 8-ാം അധ്യായത്തിലേതാണ് ചോദ്യഭാഗം. വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു കാലമായിരുന്നു അത്. പൗലോസിൻ്റെ വീട്ടിൽ നിന്ന് രാത്രി തിരികെ പോകുന്ന മറിയത്തെയും അമ്മൂമ്മയെയും കാത്തു നിൽക്കുന്ന കോശി കുര്യൻ മറിയത്തിൻ്റെ കപടമില്ലാത്ത കണ്ണുകൾ നേരെ നോക്കാനാകാതെ നിൽക്കുകയാണ്. നല്ല ശമരിയക്കാരൻ്റെ കഥ മറിയം അപ്പനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൗലോസിൻ്റെ മുറിവ് കെട്ടിയാണ് തങ്ങൾ വരുന്നതെന്ന് അപ്പനോട് പറയുന്നു. പൗലോസിൻ്റെ മുറിവ് കെട്ടിയാണ് ഞങ്ങൾ വരുന്നതെന്ന് പറയുന്നു. വൃദ്ധനായ പൗലോസ് ഇന്ന് ഒരു നല്ല ക്രിസ്ത്യാനി ആയിത്തീർന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കോശി കുര്യനും മറിയവും മകളും കയറിയ വഞ്ചി മറിയുകയും മകൾ വെള്ളത്തിൽ ഒഴുകിപ്പോവുകയും ചെയ്യുന്നു. മറിയത്തിൻ്റെ അമ്മൂമ്മ ഭയങ്കരമായി നിലവിളിക്കുന്നുണ്ട്. മറിയത്തിന് നീന്തൽ അറിയാമായിരുന്നിട്ട് കൂടി പെട്ടെന്നുണ്ടായ വീഴ്ചയും വെള്ളത്തിൻ്റെ ശക്തിയായ ഒഴുക്കും കാരണം അവൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലായിരുന്നു. മറിയത്തിന് നീന്തൽ അറിയായിരുന്നു, പക്ഷേ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. അതുപോലെ പെട്ടെന്നുള്ള വീഴ്ച, ഇത് കാരണം അവൾക്ക് നീന്തി രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന അവൾ താഴേക്ക് ഒഴുകിപ്പോവുകയാണ് ഉണ്ടായത്. കോശി കുര്യൻ്റെ നിർദ്ദേശപ്രകാരം 1-2 മല്ലന്മാർ സഹായത്തിനെത്തുന്നുണ്ട്. മാനസികമായും ശാരീരികമായും വലിയ ശക്തനായ ജന്മി കോശി കുര്യൻ ഇതോടെ തകർന്നു പോവുകയാണ്. താൻ എത്ര നിർഭാഗ്യവാനായ അപ്പനാണെന്ന് അയാൾ സ്വയം കരുതുന്നു. താൻ എത്ര നിർഭാഗ്യവനായ പിതാവാണ് എന്നാണ് അദ്ദേഹം വിഷമിക്കുന്നത്. അതുമാത്രമല്ല, ആ സമയം ഒരു വലിയ നഗ്നരൂപം ഉറച്ചു നിലവിളിച്ചുകൊണ്ട് കരയിൽ നിന്ന് ആറ്റിലോട്ട് ചാടുകയും മുങ്ങുവാൻ തുടങ്ങിയ മറിയത്തെ ഒരു മാത്ര കൊണ്ട് എടുത്തു പൊക്കി പിടിക്കുകയും ചെയ്യുന്നു. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന അയാൾ അഗാധ അർത്ഥമുള്ള ശബ്ദത്തിൽ, "നീ എൻ്റെ കുഞ്ഞിനെ കൊന്നു, ഞാനാ നിൻ്റെതിനെ രക്ഷിച്ചിരിക്കുന്നു, നമ്മൾ സമന്മാരായി" എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ വാക്കുകൾ കുര്യൻ്റെ ഹൃദയത്തെ ലോഹത്തിന്മേൽ വീണ തീക്കനൽ പോലെ ഉരുക്കിക്കൊണ്ടിരുന്നു. അല്പനായ കോശി കുര്യൻ വെള്ളത്തുണി വെള്ളത്തിനു മീതെ കണ്ടു ശ്വാസം നേരെ വീഴുകയും ചെയ്തു.
എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു, ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി തൻ്റെ മകളെ രക്ഷിച്ചതാരാണെന്ന് അയാൾ തിരയുന്നു. അതിനിടയിൽ ബോധം കെട്ടുപോയ തൻ്റെ മകളെ അപ്പൻ മറ്റുള്ളവരിൽ നിന്നും വാങ്ങുന്നു. അവൾക്ക് ശ്വാസമുണ്ടായിരുന്നു. മകൾ നഷ്ടപ്പെട്ടു പോയി എന്ന വലിയ വേദനയോടെയായിരുന്നു അപ്പൻ അവളെ നെഞ്ചത്തോട് അണച്ചു പിടിക്കുന്നത്. മകളെന്ന ആ സ്വത്തിനെപ്പറ്റി ആലോചിച്ചപ്പോൾ, മകളുമായി താരതമ്യം ചെയ്തപ്പോൾ തൻ്റെ ലൗകിക സമ്പത്തൊന്നും തുലേം നിസ്സാരമാണെന്ന് കോശിക്കുര്യന് തോന്നി. തൻ്റെ മകളെ രക്ഷിച്ച ആ കറുത്ത സ്വരൂപത്തെ അയാൾ എല്ലായിടത്തും തിരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരിടത്തും അതിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈ സംഭവം ദുഷ്ടനായ കോശിക്കുര്യൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി. ലോകത്തെ ശുദ്ധി വരുത്തും പോലെ ദൈവം മനുഷ്യനെ അനുഭവങ്ങൾ കൊണ്ട് ഒട്ടും ധൃതി കൂടാതെ സാവകാശം ശുദ്ധി വരുത്തുന്നു. അടുത്ത ചോദ്യം, പിച്ചാണ്ടിയുടെ യൂണിയൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തെ തടഞ്ഞത് എങ്ങനെയാണ്? കുട്ടനാടിൻ്റെ ഇതിഹാസകാരനായ തകഴി ശിവശങ്കരപിള്ളയുടെ തോട്ടിയുടെ മകൻ എന്ന നോവലിലേതാണ് ചോദ്യഭാഗം. തോട്ടികൾക്ക് നേട്ടമുണ്ടാകണമെങ്കിൽ യൂണിയൻ ആവശ്യമാണ്. യൂണിയൻ ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഏതു വഴിയും പിച്ചാണ്ടിയുടെ സംഘടന പൊളിക്കണമെന്ന് ഓവർസിയർ ചുടലയെ ചട്ടം കെട്ടുന്നുണ്ട്. ഏത് വഴിയാണെങ്കിലും വേണ്ടില്ല, സംഘടന പൊളിക്കണമെന്നാണ് ഓവർസിയർ ചുടലയെ ചട്ടം കെട്ടുന്നത്. അവർ തമ്മിൽ നല്ല സൗഹൃദമുണ്ടായിരുന്നു. ചുടലയും പിച്ചാണ്ടിയും തമ്മിൽ നല്ല സൗഹൃദമുണ്ടായിരുന്നു. എന്നാൽ അവർ തമ്മിൽ വഴക്കായാൽ മാത്രമാണ് അത് പൊളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതാനും ദിവസം ഈ ചുടല പിച്ചാണ്ടിയോട് മിണ്ടുന്നില്ല. ഒരു ദിവസം അവസരമുണ്ടാക്കി പിച്ചാണ്ടിയെ ആക്ഷേപിക്കുന്നുണ്ട്. അടുത്ത ദിവസം പിച്ചാണ്ടി ചുടലയെ ചീത്തയും വിളിച്ചു. എന്നാൽ ഇവർ രണ്ടുപേരും പിണങ്ങുന്നതിനെ വള്ളി ചോദ്യം ചെയ്തു. ആപത്തിൽ സഹായിച്ചതൊക്കെ മറന്നോ എന്ന അവളുടെ ചോദ്യത്തിന് പിച്ചാണ്ടി കൃത്യമായ ഉത്തരം നൽകിയതുമില്ല. പിച്ചാണ്ടിയെ പിണക്കേണ്ടത് ചുടലയുടെ ആവശ്യമായിരുന്നല്ലോ. മുനിസിപ്പാലിറ്റിയുടെ ഒത്താശയോടെ ചുടലമുത്തു പിച്ചാണ്ടിയെക്കുറിച്ച് ഒരു കള്ളക്കഥ പ്രചരിപ്പിക്കുകയാണ്. റെഡ്ഡിയാരുടെ കൊച്ചിൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല പിച്ചാണ്ടി പൊട്ടിച്ചെടുത്തു എന്നതായിരുന്നു കഥ. റെഡ്ഡിയാരുടെ കൊച്ചിൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല പിച്ചാണ്ടി പൊട്ടിച്ചെടുത്തു. ചുടലമുത്തുവിന് അത് പ്രചരിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ചുടലമുത്തുവിലൂടെയാണ് അത് പ്രചരിപ്പിക്കുന്നത്. പണ്ട് മേലാളന്മാർ തൊഴിലാളികളെ മർദ്ദിച്ചൊതുക്കാൻ പ്രയോഗിക്കുന്ന ഒരു അടവാണിത്. പണ്ട് കാലം മുതലേ തൊഴിലാളികളെ മർദ്ദിക്കാൻ വേണ്ടി, ഒതുക്കാൻ വേണ്ടി മേലാളന്മാർ ചെയ്യുന്ന ഒരു അടവ് നയമാണിത്. പിച്ചാണ്ടി തൻ്റെ കുട്ടികളെ തൊട്ട് സത്യം ചെയ്തു. എങ്കിലും അവർ അത് വിശ്വസിച്ചില്ല. തൻ്റെ കയ്യിൽ പണമില്ല, എത്രയോ നാളായി പട്ടിണിയിലാണ് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഈ ന്യായവാദങ്ങളൊന്നും തന്നെ വിലപ്പോകുന്നില്ല. മേലാളന്മാർ കള്ളക്കേസുണ്ടാക്കിയാൽ പോലീസുകാർ തല്ലുകയോ കൊല്ലുകയോ ചെയ്യുകയാണ് പതിവ്. ഒരു തോട്ടിയെ കൊന്നാൽ ആരാണ് ചോദിക്കാനുണ്ടാവുക? പോരെങ്കിൽ തോട്ടികൾക്ക് തന്നെ അവനെതിരെ നിൽക്കുകയും ചെയ്യുന്നു. കാര്യകാരണ സഹിതം മോഷണക്കഥ അറിഞ്ഞവർ പലരും അവനെ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ചിലരുടെ ഉപദേശം സ്വീകരിച്ച് പിച്ചാണ്ടി ഒളിവിൽ പോകുന്നു. എന്നാൽ ഇത് അവൻ തന്നെ കട്ടതാണ് എന്ന ധാരണ ഉറപ്പിക്കാൻ ഇടയാക്കുന്നു. പിച്ചാണ്ടിയുടെ കുടുംബത്തിന് തോട്ടികൾ ചിലവിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷം തീരുമാനത്തിൽ മാറ്റം വന്നു. ആ കുടുംബം പട്ടിണിയിലാകുന്നു. പലരും പിച്ചാണ്ടിയുടെ പെണ്ണിനെ ചോദ്യം ചെയ്തു. ഒടുവിൽ പോലീസുകാരും മുനിസിപ്പാലിറ്റിക്കാരും ചേർന്ന് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. ആ കുടുംബം അനാഥമായിത്തീരുന്നു. തോട്ടികളുടെ സംഘടന അതോടെ പൊളിഞ്ഞു. പിച്ചാണ്ടിയുടെ കുടുംബം തകർത്തതിന് ഉത്തരവാദിയായി ചുടലമുത്തു മാറുകയും ചെയ്തു. നമ്മളിന്ന് ചർച്ച ചെയ്തത് 2024 നടന്ന ദളിത് സാഹിത്യം പരീക്ഷയുടെ പേപ്പറാണ്. എല്ലാവരും ഇത് നല്ല രീതിയിൽ പഠിക്കുക. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമല്ല, അത്യാവശ്യം വിശദീകരണങ്ങളോട് കൂടിയാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.